ഡോക്ടർ നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ, പേര് പറഞ്ഞോളൂ. ഇത് പറവൂരിന്നാണേ, ഫാത്തിമയാണ്. ഡോക്ടർ, എനിക്ക് കുറെ നാള് മുമ്പ് ജലദോഷം വരത്തില്ലായിരുന്നു. മൂക്കിൽ കൂടെ കഫം വരില്ല, പക്ഷെ ഇങ്ങനെ ചെവി കൂടെ കഫം പോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ ദ്രാവകമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര വയസ്സുണ്ട് ഫാത്തിമക്ക്? എനിക്കിപ്പോ 35 വയസ്സ്. പക്ഷെ ചെവി കേൾക്കുന്നോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ജലദോഷം ഇങ്ങനെ കഫം വന്നിട്ട് നമുക്ക് തലവേദന അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ചെവി കൂടെ ഇങ്ങനെ കഫം പോലെ നോക്കുമ്പോ ഇങ്ങനെ നമ്മൾ ജലദോഷം വരുന്ന കഫം തന്നെ അതുപോലത്തെ തന്നെ ദ്രാവകമാണ് ചെവി കൂടെ വരുന്നത്. അപ്പൊ അത് ജലദോഷമായിട്ട് വരുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചപ്പോ ആന്റിബയോട്ടിക് ഒക്കെ തന്നിട്ടും കുറെ മാറുന്നില്ല. അത് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ എന്താണെന്ന് പറഞ്ഞു? അങ്ങനെ എന്താണ് പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഫാത്തിമ രണ്ടൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ഒന്ന്, ഫാത്തിമയുടെ മൂക്കില് ജലദോഷം വരുന്നുണ്ടാവും. ജലദോഷം ഇന്റേണൽ ആയിട്ട് വരുന്നതാണ്, പുറത്തൊക്കെ ഡിസ്ചാർജ് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് പുറത്തൊക്കെ മൂക്കിൽ കൂടെ വരുന്നില്ല എന്ന് ആലോചിക്കുന്നതിന് നമുക്ക് രണ്ടൊന്ന് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, മൂക്കിന്റെ പാലത്തിന്റെ വളവ്. രണ്ട്, മൂക്കിന്റെ ഉള്ളിലുണ്ടാകുന്ന ദശ പോലെയുള്ള വളർച്ച. മൂന്ന്, അതിന്റെ ഉള്ളിലുണ്ടാകുന്ന റിനോസ്പോഡിയോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഈ മൂക്കിലേക്ക് വരുന്ന ദ്രാവകം, മൂക്കിൽ കൂടെ വലിച്ചു വരേണ്ട ദ്രാവകം നമ്മള് മുഖത്തും നെറ്റിയിലും കാണുന്ന ചില സൈനസുകളുണ്ട്, എയർ ക്യാവിറ്റീസ്. ബോണിലുണ്ടാവുന്ന എയർ ക്യാവിറ്റീസ്, ഫ്രോണ്ടൽ സൈനസ്, മാക്സിലറി സൈനസ്, എത്മോഡ് സൈനസ്, സ്ഫീനോഡ് സൈനസ്. ഇത്തരം സൈനസുകളിലേക്ക് കഫ ഇറങ്ങി പോകുന്നതുകൊണ്ട് മൂക്കിൽ കൂടെ വരാതിരിക്കും. ഇത് കഴിഞ്ഞാൽ ഈ മൂക്കിൽ നിന്നും ചെവിടിന്റെ ഉള്ളിലേക്ക് തുറന്നു വരുന്ന ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ്, നേരത്തെ പറഞ്ഞു. ആ ട്യൂബിലൂടെ ഈ മൂക്കുള ഇറങ്ങി വരികയും ചെവിടിന്റെ ഉള്ളിൽ നിന്ന് മർദ്ദമുണ്ടാക്കി ചെവിടിന്റെ ഉള്ളിൽ പഴുപ്പും അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ചെവിടിന്റെ പാട പൊട്ടി അതിലൂടെ വരുന്ന ഒരു അവസ്ഥയാണ് ഫാത്തിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് പരിശോധിച്ച് നോക്കിയാൽ അറിയുള്ളൂ. ഒരു നല്ല ENT ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ഈ മൂക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാം. മൂക്കിൽ നിന്ന് എന്തുകൊണ്ട് ഡിസ്ചാർജ് വരുന്നില്ല, അതല്ലെങ്കിൽ വളരെ മുമ്പ് ചെറുപ്പത്തിൽ ഫാത്തിമ വല്ല ഫോറിൻ ബോഡീസ്, അതായത് അന്യ പദാർത്ഥങ്ങൾ വല്ല മൂക്കിലേക്ക് തള്ളിക്കയറ്റി വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും വരാം. അതൊരു അക്ഷരം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, പേര് പറഞ്ഞോളൂ. പേര് ഷഫാന. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ ഷഫാന. അങ്ങനെ ചെവിനിങ്ങനെ നീര് വരികയാണ്, മൂക്കിന് വളമെന്തെന്ന് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ ചെറുപ്പത്തിലെ മൂക്കില് എന്ത് സാധനം ഇങ്ങനെ കയറ്റി പ്രാവശ്യം കയറിക്കൊണ്ടു. ചെറുപ്പത്തില് മൂക്കിൽ എന്തോ സാധനം കയറ്റി വെച്ചിരുന്നു ഷഫാന? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ. അപ്പൊ എന്താ പിന്നെ എടുത്തു, പിന്നെ എന്താ മൂക്കിന് പാലത്തിന് ചെറിയ വളവുണ്ട്. പാലത്തിന്റെ വളവ് ഒരു കാരണവശാലും ഒരു ഡോക്ടർക്കും ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല ഫാത്തിമ. അത് വളരെ ചെറുതാണെങ്കിൽ, ഒരു സൈഡിൽ മാത്രമാണ് വളവെങ്കിലേ അത് വലിയ പ്രശ്നമില്ല, മറ്റേ സൈഡിൽ കൂടെ ധാരാളം നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയും. പക്ഷെ രണ്ട് സൈഡിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർജറി കൊണ്ട് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് സൈഡിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഒരു സൈഡിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഫാത്തിമാക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും ഇട്ട് നോക്കാം. സുഖകരമായിട്ട് മൂക്കിൽ കൂടെ ഏതെങ്കിലും ഒരു മൂക്കിലൂടെ പോരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സർജറി ചെയ്യാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ജലദോഷം വരുമ്പോൾ മൂക്കിന്റെ ഉള്ളില ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ഇൻഫ്ലൈമഡ് ആവും, അതായത് ഒന്ന് വീർത്തു വരും. ആ വീർത്തു വരുമ്പോൾ ഒരു ചെറിയ കഞ്ചഷൻ ഉണ്ടായിട്ട് മൂക്കിന്ന് ദ്രാവങ്ങൾ വരാതെ മൂക്ക് അടപ്പുണ്ടാവും. അത് മാറാൻ ഏറ്റവും നല്ലത് ജലദോഷം തുടങ്ങുമ്പോൾ തന്നെ കഴിയുന്ന ജലദോഷം വരാതെ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആവി കൊണ്ട് മാറ്റാൻ നോക്കാം. കാര്യമായ മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് വെറുതെയാണ് പലപ്പോഴും. ഒരു വൈറൽ ഡിസീസാണ്. വൈറൽ ഡിസീസിന് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിന് യാതൊരു റോളും ഇല്ല. ബാക്ടീരിയ അല്ല അവിടെ ജലദോഷം ഉണ്ടാക്കുന്ന 90% കേസുകളും. അപ്പോൾ ജലദോഷം വരുമ്പോൾ തന്നെ ഒരു നല്ല ഹോമിയോ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ ജലദോഷം പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആവി കൊള്ളുകയും ചെയ്യാം. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, പേര് പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഇരിഞ്ഞാലക്കുട ആദർശ് പറയും. അതെ, എന്റെ മോനെ 7 വയസ്സായി. 7 വയസ്സായ മകന് 7 വയസ്സായി. ഇപ്പൊ 2 ചവിട്ടിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. 2 ചവിട്ടിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇരിഞ്ഞാലക്കുട ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു 18 വയസ്സായിട്ട് ഓപ്പറേഷൻ ചെയ്താലേ മാറുള്ളത് പറഞ്ഞു സാറേ. ടിവിയുടെ വോളിയം കുറച്ച് നോക്കട്ടാ. ടിവിയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെക്ക. അതല്ല മറ്റത്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
സാറേ അപ്പൊ എന്ത് ചെയ്യണ്ടേ സാറേ? അത് രണ്ട് ചെവിടും പൊട്ടി ഒലിച്ചു എന്ന് പറയുമ്പോഴേ രണ്ട് ചെവിടിന്റെയും പാടക്ക് ഹോള് വീണ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കേൾക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ കുറെ കേൾവിയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുറെ നാളെ കേൾവിനെ ബാധിച്ചിട്ടില്ല. ഇല്ലേ? ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. തീർച്ചയായിട്ടും കേൾവിയെ ബാധിച്ചിട്ടുണ്ടാവും. ശരിയായ രീതിയിൽ കുട്ടി കേൾക്കുന്നില്ല. കുറെ കൂടി മറ്റ് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടി ടിവിയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഓളിയം കൂട്ടി വെക്കും. എനിക്ക് തോന്നുന്നു ആ പയ്യൻ അവിടെ അടുത്തുണ്ടായി, അതുകൊണ്ടാണ് ഇത്ര ഓളിയം കൂട്ടി വെച്ചത്. അപ്പൊ ഓളിയം കൂട്ടി വെക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അവന് കേൾവിയെ ബാധിച്ചിട്ടുണ്ടെന്ന്. വേറൊന്ന് അവൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെക്കാളും വളരെ ഉച്ചത്തിൽ സംസാരിക്കും. ഇത് രണ്ടും നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് കേൾവിയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവർ ടി വി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് വേഗം റിമോട്ട് എടുത്തിട്ട് ഓളിയത്തിന്റെ കൂട്ടി വെക്കും. അതിന്റെ അർത്ഥം തന്നെ ടോട്ടൽ ലോസ് അല്ല, ഒരു മരുന്ന് കഴിച്ചുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ വലിയ ഹോള് ഏതായാലും 18 വയസ്സ് വരെയും വെയിറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞാലൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുകയും അത് ജലദോഷം വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ വെള്ളം അകത്ത് മാലിന്യങ്ങളും ചെവിടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയും ചെവിടിന് വീണ്ടും മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ ആദ്യത്തിൽ വളരെ ചെറിയ ഹോളാണെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നതുള്ള മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു നല്ല ഹോമിയോ ഡോക്ടറെ കണ്ടിട്ടൊന്ന് സംസാരിക്കും. നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഡോക്ടർ പ്ലേസ് അല്ലേ? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ചെവി ചൊറിച്ചിലാണ്. ചെവിയിൽ ചൊറിച്ചില്? ചെവി ചൊറിച്ചില്, തൊണ്ടയ്ക്ക് ഭയങ്കരമായ ചൊറിച്ചിലാണ്. അപ്പൊ ഇങ്ങനെ ചെവി ഇങ്ങനെ തൊണ്ട കൊണ്ട് കേട്ട് അധികം എന്നിട്ട് ഭയങ്കരമായിട്ട് ചെവി ചൊറിച്ചിലും മൂക്കടപ്പുമാണ്. അപ്പൊ ഈ മൂക്കടപ്പിന് മരുന്നൊഴിക്കുന്നതുകൊണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കരമായ വേദനയാണ്. അതെ, ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒന്നും നോക്കേണ്ടിയിരിക്കുന്നു ചെവിടിന്റെ ഉള്ളിൽ. ഒന്ന്, ചെവി ചൊറിയുന്നതിന് ചെവിടിന്റെ ഉള്ളിലുള്ള ഫംഗസ് ബാധ, പൂപ്പൽ രോഗം. പൂപ്പലുണ്ടെങ്കിൽ ചെവിട് ഇങ്ങനെ അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്, ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തൊണ്ടക്ക് ചൊറിച്ചിലുണ്ട്, കണ്ണിനോ മൂക്കിന്റെ ഉള്ളിലും ചൊറിച്ചിലുണ്ടെങ്കിൽ അലർജി ആവാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ അലർജി ഉണ്ടെങ്കിൽ അലർജിക്ക് റിനൈറ്റിസ് എന്ന് പറയുന്ന ജലദോഷം ഉണ്ടാവാനും ചെവിടിന്റെ ഉള്ളില് ചൊറിച്ചിലുണ്ടാവാനും തൊണ്ടക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പൊ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ആന്റി അലർജിക്ക് ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സ സ്വീകരിച്ചിട്ട് അലർജി മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതല്ല ഫംഗലാണ് അതിൽ ചിലപ്പോ ചില ഹോമിയോപ്പതിയില് മുള്ളൻ ഓയിൽ എന്ന് പറയുന്ന ഒരു നല്ല മരുന്നുണ്ട്, ഓയിൽ. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് ബാധ മാറിപ്പോകാവുന്നുള്ളൂ. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ആരാണ്? ഹലോ, പേര് പറഞ്ഞോളൂ. സാജിദ. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാർ. പറയൂ സാജിദ. എന്റെ മൂക്കിന് കുറെ വർഷമായിട്ട് ഭയങ്കര അലർജിയാണ്. മൂക്ക് വളവുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെയായിട്ടും ഒരു മാറ്റമില്ല. ഒരുപാട് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്ത്. ഇതിന് വേറെ കാരണം എന്താണെന്നറിയോ? ഞാനിപ്പോൾ കേൾക്കുന്ന അത് വെച്ചിട്ട് നോക്കുമ്പോഴേ സാജിദക്ക് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, മൂക്കിന്റെ വളവുണ്ട്, അലർജി ഉണ്ട്. അലർജിക്കുള്ള ചികിത്സ നടത്തിയാലും മൂക്കിന്റെ വളവ് കൊണ്ടുള്ള തുമ്മല് സാജിദയുടെ മാറാൻ സാധ്യതയില്ല. മൂക്കിന്റെ വളവും തുമ്മലിന് ഒരു കാരണമാണ്, അലർജിയും ഒരു കാരണമാണ്. അപ്പൊ അലർജിക്കുള്ള ചികിത്സ നടത്തി കഴിഞ്ഞാൽ അലർജി കൊണ്ടുള്ള തുമ്മല് മാറിയാലും മൂക്കിന്റെ വളവ് കൊണ്ടുള്ള തുമ്മല് വീണ്ടും നിലനിൽക്കും. അപ്പോ അലർജിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ മൂക്കിന്റെ വളവ് വളരെ രൂക്ഷമാണെങ്കിൽ മാത്രം അത് സർജറി മുഖേന അതിന്റെ വളവ് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. അതല്ല, അലർജിക്ക് നല്ല മെഡിസിൻ ഹോമിയോ മരുന്നുകൾ വല്ലതും പ്രയോഗിച്ചു നോക്കിയാ? ഓട്രിവിയോൺ നേസൽ ഡ്രോപ്സ് അല്ലെ? അത് താൽക്കാലികമായി ഇപ്പൊ ഓട്രിവിയോൺ നേസൽ ഡ്രോപ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ ശ്ലേഷ്മരസങ്ങൾ, അതായത് ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പൊ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് 5-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന്റെ ആക്ഷനൊക്കെ പോയിട്ട് വീണ്ടും മൂക്ക് അടഞ്ഞിരിക്കും. അതൊരു സ്ഥിരമായ സംവിധാനം അല്ല, അത് ഉപയോഗിക്കുന്നത് നല്ലതുമല്ല അത്ര ഇതായിട്ട്. വെറുതെ കുറച്ച് ഉപ്പും വെള്ളം നിർത്തിയാൽ തന്നെ അതിന്റെ മൂക്കിന്റെ അടവ് മാറും, ആവി കൊണ്ടാലും മാറും. പക്ഷെ പാലത്തിന്റെ വളവ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയാൽ തന്നെ അതിന് ഒരു ശരിയായ ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഡോക്ടർ ലൈവാണ്, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് അബ്ദു. ഡോക്ടറുണ്ട്, സംസാരിച്ചു. പറഞ്ഞോളൂ. ഹലോ, എനിക്ക് ഇടയ്ക്ക് ജലദോഷം വരാറുണ്ട്. ജലദോഷം വരാറുണ്ട്? ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദനയൊക്കെ വരാറുണ്ട്.
ഇതൊരുപാട് പ്രകാരമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന് കഴിക്കും പോലും. അപ്പൊ ഈ അടുത്തായിട്ട് എനിക്ക് 2 മാസം മുൻപ് ഇതുപോലെ ജലദോഷം വന്ന് ഓവറായി ഞാനൊരു ഡോക്ടർക്ക് പോയി. അപ്പൊ അവിടുന്ന് മരുന്ന് കഴിച്ച് മാറിയില്ല. പിന്നെ ഞാൻ ENT ഡോക്ടറെ എടുത്ത് പോയിരുന്നു. അപ്പൊ ENT ഡോക്ടർ പോയപ്പോൾ പിന്നെ ജലദോഷം മരുന്ന് തന്നു. ഒരാഴ്ച മരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ജലദോഷം കുറച്ചൊക്കെ മാറി. പക്ഷെ പെട്ടെന്ന് എന്റെ ചെവി ഇവര് ഭാഗം ഇടത് ഭാഗം ചെവി കംപ്ലീറ്റ് അറിഞ്ഞു പോയി. അപ്പൊ ഞാനിത് അവിടെ ചെന്ന് ചോദിച്ചപ്പോ പിന്നെ ആളുകൾ ജലദോഷം ഓവറായിട്ട് നേരി ചെവിയിലോട്ട് ഇറങ്ങിയതാണ്. ഇത് പിന്നെ സാവധാനം മാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഒരു 10 ഇത് കഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഇത് ഓവറായ പ്രകാരം എനിക്ക് വേദന കിട്ടിയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഏതാണ്ട് ഒരു പൂർണ്ണമായിട്ട് ജലദോഷം നോക്കാന്നുള്ള കുളിക്കാം, എണ്ണകൾ അടങ്ങിയ ഗുളികകൾ കിട്ടും, തടയറ്റും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇപ്പോഴത്തെ സഫറിങ്സിന്റെ തീവ്രത കുറക്കാൻ പറ്റും. അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ, ആരാണ്? പേര് പറഞ്ഞോളൂ. ഞാൻ ബോംബെന്നാ വിളിക്കുന്ന, റാണി എന്നാ പേര്. ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ ഹലോ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാർ എന്റെ മോൾക്ക് ഇപ്പൊ 3 വയസ്സുണ്ട്. അപ്പൊ അവളുടെ 3 മാസമുള്ളപ്പോ അവളുടെ ചെവി ഇങ്ങനെ പൊട്ടി ഒലിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് അറിഞ്ഞില്ല, രാത്രിയായിരുന്നു. കൊച്ചി എപ്പോഴും കരയുന്നോണ്ട് ചെവിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിറ്റേ ദിവസം അറിയുന്ന ചെവി പൊട്ടിയിട്ടുണ്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കോളില് സാറ് പറഞ്ഞു കേട്ടു ഇങ്ങനെ തകരാറുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അവള് സാധാരണയിൽ ഉറക്കെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പതുക്കെ പറയും. പക്ഷെ ഞങ്ങൾ 2 ചെവിയിലും പറഞ്ഞു നോക്കിയാലും പതുക്കെ പറഞ്ഞാലും അവൾക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്തിരി ഉറക്കെ സംസാരിക്കുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് മീൻസ് അവളുടെ പപ്പയുടെ അമ്മയും കുറച്ച് ഉറക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി അത് കിട്ടിയതായിരിക്കും, പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇരിക്കുന്നത്. അപ്പൊ സാറിട്ട് സംസാരിച്ചപ്പോ ഒരു ചെറിയൊരു ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഇപ്പൊ എന്ത് പ്രായമുണ്ട് കുട്ടിക്ക്? ശരി, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. 3 വയസ്സായിട്ടുണ്ട്. ഞാനത് നിങ്ങൾ ചോദിച്ചത് നന്നായി. ഏതായാലും സമയം തീരാൻ പോകുന്ന നേരത്തെ ഇങ്ങനെ ഒരു ചോദ്യം വന്നത് നന്നായി. നിങ്ങളുടെ ആ കുട്ടി 3 മാസം പ്രായമുള്ളപ്പോൾ രാത്രി പിടഞ്ഞു കിടന്ന് കരയുകയും പിറ്റേ ദിവസം ചവിട്ടിന്ന് വെള്ളം ഒലിക്കുകയും ചെയ്തു. ഏറ്റവും അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയ 10-27 വർഷത്തെ പ്രാക്ടീസിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുട്ടികളുടെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നിങ്ങൾ ഈ പറയുന്ന കുട്ടിയെയും തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടാവും. ലോകത്ത് ഇന്ന് വരെ മറ്റൊരു സ്ഥലത്തും ചെയ്യാത്ത ഒരു തെറ്റായ കീഴ്വഴക്കോടെ നമ്മുടെ ഈ സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കും, തലയിൽ എണ്ണ തേക്കാം. ഒരു കാര്യം ഇന്ന് വരെ ഒരു ഡോക്ടർമാരും ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല തലയിൽ എണ്ണ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന്. മറിച്ച് ദേഹത്ത് എണ്ണ പരട്ടുകയും ആ എണ്ണ പരട്ടി അല്പം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വൈറ്റമിൻ ഡി കിട്ടും. വൈറ്റമിൻ ഡി കുട്ടിയുടെ എല്ലിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. പക്ഷെ തലയിൽ എണ്ണ തേക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ജലദോഷം പിടിപെടാനും കഫക്കെട്ടുണ്ടാവാനും പിന്നീട് ചെവിട് പൊട്ടി വലിക്കുന്നതിന് രാത്രി കുട്ടി കിടന്ന് പിടഞ്ഞു കിടന്ന് കരയുന്നതിനൊക്കെ കാരണമാകും. എനിക്ക് തോന്നുന്നത് ഈ കുട്ടി അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ ചെവിട് വലിച്ചതും പിന്നീട് ഇപ്പോൾ അത് മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയതും. അപ്പൊ ഇനി കേൾക്കുന്ന ആളുകളെങ്കിലും ഈ കുട്ടികളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന പരിപാടി നിർത്തുകയാണ് നല്ലത്. സമയം തീരാറായിരിക്കുകയാണ്. വളരെ നന്ദി ഇവിടെ വന്നതിനും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനും. ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും തിങ്കളാഴ്ച മറ്റൊരു വിഷയമായി ഉച്ചയ്ക്ക് 2:30. നമസ്കാരം.